വർക്കല ചെമ്മുരുതി പഞ്ചായത്തിലെ തച്ചോടെന്ന സ്ഥലത്ത് ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് മദർ ടച്ച്. ഒരു മനുഷ്യ സ്ത്രീക്ക് താങ്ങാവുന്നതിനുമപ്പുറം വേദനകളാണ് ഷീബ എന്ന 49-കാരിക്ക് കാലം സമ്മാനിച്ചത്. ഓട്ടിസം ബാധിച്ച സ്വന്തം മകനെ പരിചരിക്കുന്നതിനു വേണ്ടി ഷീബ ഓട്ടിസം സ്പെക്ട്രോ ഡിസോർഡർ എന്ന വിഷയം പഠിക്കുകയും 3ാം റാങ്കോടെ ഡിപ്ലോമ കരസ്ഥമാക്കുകയും ചെയ്തു. ഓട്ടിസം ബാധിച്ച വേറെയും ഒട്ടനവധി കുട്ടികൾ തനിക്ക് ചുറ്റുമുണ്ടെന്ന ഷീബയുടെ കണ്ടെത്തൽ അത്തരം കുട്ടികൾക്കു കൂടി പ്രയോജനപ്പെടത്തക്ക രീതിയിൽ ഒരു സ്കൂൾ തുടങ്ങാൻ അവർ തീരുമാനിച്ചു. ചെമ്മുരുതി പഞ്ചായത്തിൽ തന്നെ 22-ൽ പരം കുട്ടികൾ ഓട്ടിസം ബാധിതരായിട്ടുണ്ട്. ബുദ്ധിസ്ഥിരതയുടെ ആണിക്കല്ല് നഷ്ടപ്പെട്ട ഈ കുരുന്നുകൾക്ക് പ്രത്യേകമായ പരിചരണവും പരിശീലനവും തന്നെ വേണം. അത്തരം കുട്ടികളുടെ മാതാപിതാക്കളുടെ സഹായ സഹകരണം ഇതിന് ഒരു പ്രചോദനമായി. 10 കുട്ടികളാണ് ഇപ്പോൾ ഈ സ്കൂളിലുള്ളത്. ഓട്ടിസം ഈസ് എ പെർവസീവ് ഡെവലപ്മെൻ്റൽ ഡിസോർഡർ എന്നാണ് പറയുന്നത്. ദ ഇൻഡിവിജ്വൽസ് കാൺ പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ സീ ഹിയർ അതർവൈസ് സെൻസ്. അവർ എല്ലാം കാണുന്നുണ്ട്, പക്ഷേ എല്ലാം പ്രോപ്പർ രീതിയിലല്ല കാണുന്നത്. കേൾക്കുന്നുണ്ട് എങ്കിലും എല്ലാം പ്രോപ്പറായിട്ടല്ല കേൾക്കുന്നത്. അവരുടെ സെൻസ് ഓർഗൻസിന് നല്ല പ്രോബ്ലംസ് ഉണ്ടാകും. ചിലപ്പോൾ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും, ഹൈപ്പോ സെൻസിറ്റീവ് ആയിരിക്കും. 2 പ്രോബ്ലമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില കുട്ടികൾക്ക് വിഷ്വൽ ചലഞ്ചസ് നേരിടുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കാഴ്ചയ്ക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഒരു ചുവപ്പ് നിറമോ മഞ്ഞ നിറമോ അവർക്ക് ഇഷ്ടമല്ല. അത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം ആകെ മാറും. അതുപോലെ തന്നെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അത് അവർക്ക് ചില ഡ്രസ്സുകൾ, ചില പഞ്ഞിയിൽ തൊടുന്ന പോലും ഭയങ്കര അലർജിറ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള, അതുപോലെ തന്നെ എല്ലാ സെൻസ് ഓർഗൻസും, കണ്ണിന്, മൂക്ക്, ശ്വസിക്കുന്നത്, പിന്നെ ഈ പ്രൊപ്രിയോസിറ്റി, ചിലപ്പോൾ ബൗൾ ബ്ലാഡർ കൺട്രോളൊന്നും ഉണ്ടാകത്തില്ല. അതൊന്നും അവർക്ക് അറിയാൻ പോലും പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കേസസ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം അവരെ ആ വഴിക്കങ്ങ് വിടുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഡീസെൻസിറ്റൈസ് ചെയ്യുകയാണ്, അതിൽ നിന്ന് വിമുക്തരാക്കുകയാണ്. ഒരു ഊഞ്ഞാൽ കയറി ആടാൻ പോലും പറ്റാത്ത കുട്ടികളെ നമ്മൾ കുറേശ്ശെ ഊഞ്ഞാലിലോട്ട് കയറ്റിയിരുത്തി ആടിക്കുക. പിന്നെ ഒരു സോഷ്യൽ സെറ്റപ്പ്, അവർ ഏറ്റവും കൂടുതൽ ഇതിൽ വരുന്ന ഇമ്പയർമെൻറ്റ്സ് എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ, അവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ കുറവായിരിക്കും. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് can understand, ബട്ട് അവർക്ക് സംസാരിക്കാൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ, വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കും, പക്ഷേ ആ വാക്ക് ഉപയോഗിക്കില്ല. അങ്ങനെയുണ്ട്. പിന്നെ ഇത് മൂലമൊക്കെ ഉണ്ടാകുന്ന ബിഹേവിയർ പ്രോബ്ലംസ് അത് നന്നായിട്ട് അവരെ ബാധിക്കുന്നുണ്ട്. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയല്ല, അത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. അത് എന്താണെന്ന് വെച്ചാൽ, അത് കുട്ടികൾക്ക് സമൂഹത്തിൽ ഇടപഴകാനുള്ള ആ ഒരു കഴിവ് ഇല്ലാതെ വരികയും, പിന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാതെ വരികയും, പിന്നെ റെപ്പറ്റേറ്റീവ് ബിഹേവിയർ അങ്ങനെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഓട്ടിസം എന്ന് പറയുന്നത്. ഓട്ടിസം എന്ന അവസ്ഥയ്ക്ക് കാരണങ്ങൾ എന്ന് പറയുന്നത് ജനിതക വൈകല്യമാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള കാരണം. പിന്നെ നമ്മളെ ബ്രെയിനിലെ ന്യൂറൽ ഡെവലപ്മെൻറ്റ് അതിൻ്റെ അഭാവമാണ്. ബ്രെയിനിലെ സെൽസിന് ഓക്സിജൻ്റെ ലഭ്യത കുറയുമ്പോൾ ഈ അവസ്ഥ ഉണ്ടാവാമെന്ന് പറയുന്നുണ്ട്.
പക്ഷേ ഇതിനൊന്നും കൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഇപ്പോഴും ഇല്ല. ഓട്ടിസത്തിന് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ സയൻസിൽ അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ബിഹേവിയറൽ തെറാപ്പി എന്ന് വെച്ചാൽ ഇതിനു വേണ്ടി സ്പെഷ്യൽ ട്രെയിനിങ് ലഭിച്ച അധ്യാപകരിൽ നിന്നുമുള്ള പരിശീലനം. ആ പരിശീലനം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. സാധാരണ നഴ്സറി സ്കൂളിൽ നിന്നും വ്യത്യസ്തമായി ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളുകൾക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. പ്രത്യേകം പരിശീലനം ലഭിച്ച അധ്യാപകർ, സൈക്കോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സ്പീച്ച് എഡ്യൂക്കേറ്റർ, ഫിസിയോതെറാപ്പിസ്റ്റ് തുടങ്ങിയവരുടെ സേവനം ഇത്തരം സ്കൂളുകൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഓട്ടിസം എന്നത് ഒരു പെർവേസീവ് ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ്. അതിപ്പം യൂഷ്വലി ഒരു 3 വയസ്സിനകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. യൂഷ്വലി നമ്മൾ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളിൽ സാധാരണ കാണുന്നൊരു സോഷ്യൽ സ്മൈൽ 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മയെ നോക്കി ചിരിക്കുക, അല്ലെങ്കിൽ പരിചയമുള്ളവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ, ഇതൊന്നും ഇത്തരം കുട്ടികളിൽ പ്രകടമാവില്ല. ഇത് ഈ ഒരു സിറ്റുവേഷൻ തന്നെ വളർന്നു വരുമ്പോഴത്തേക്കും 3 ഏരിയകളിലായിട്ടാണ് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നത്. ഫസ്റ്റ് ഏരിയ സോഷ്യൽ ഇൻട്രാക്ഷനിലാണ് അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേഷനിലും. പിന്നെ തേർഡ് വൺ കുറച്ച് സ്റ്റീരിയോടൈപ്ഡ് ആയിട്ടുള്ള ബിഹേവിയറും. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ സോഷ്യൽ ഇൻട്രാക്ഷനിലുള്ള പ്രശ്നം എന്ന് പറയുമ്പം മറ്റുള്ളവരുടെ പ്രസൻസ് അവരറിയത്തില്ല. മറ്റുള്ളവർ എന്ത് പറയുന്നു, ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ കളിയാക്കി സംസാരിക്കുകയാണോ, സങ്കടപ്പെടുന്നുണ്ടോ, ഇതൊന്നും അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കാണില്ല, അവർ ശ്രദ്ധിക്കത്തില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ എന്തൊക്കെ ആണ് പെരുമാറേണ്ടത്, ഏതൊക്കെ രീതിയിൽ പെരുമാറണം, ഏതൊക്കെ രീതിയിൽ പെരുമാറിക്കൂടാ, ഇതിനെപ്പറ്റി തെറ്റോ ശരിയോ ഒന്നും ഇവർക്ക് അറിയാനുള്ള ഒരു കപ്പാസിറ്റി കാണത്തില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സാധാരണ ഒരു കുഞ്ഞുങ്ങളെ തലയൊന്ന് ആട്ടി വിളിച്ചാലോ കൈ കൊണ്ടിങ്ങനെ വിളിച്ചാലോ അടുത്ത് വരും. ഈ കുട്ടികളിൽ അതൊന്നും അവർക്ക് ആ ക്യൂസ് ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവും കാണത്തില്ല. സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേഷനിലാണ് അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ഇവരുടെ ലാംഗ്വേജ് സ്കിൽസ് ഓൾമോസ്റ്റ് നില്ലായിരിക്കും. ഒട്ടും അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ പോലും ഒന്ന് ചോദിച്ച് വാങ്ങിക്കാനോ പറയാനോ ഉള്ള ഒരു കഴിവ് ഇവർക്ക് കാണത്തില്ല. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഇപ്പോൾ അമ്മ എന്ന് പോലും വിളിക്കാത്ത ഒരവസ്ഥയാണ്. ചില കുട്ടികളിൽ ആദ്യമേ ഒരു വയസ്സൊക്കെ ആകുമ്പം ചെറിയ രീതിയിലുള്ള ഒരു വെർബൽ സംസാരങ്ങളുണ്ടെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉള്ള സംസാരം പോലും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് വരും. തേർഡ് ഏരിയ എന്ന് പറയുന്ന ഒരു സ്റ്റീരിയോടൈപ്ഡ് ബിഹേവിയറാണ്. അതായത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില അവരുടെ പെരുമാറ്റങ്ങൾ, അതുപോലെ തന്നെ റിജിഡിറ്റി, എന്നും വരുന്ന ഒരു റുട്ടീൻ, ഒരു ഡെയിലി ഒരു റുട്ടീനുണ്ട് അവരുടെ ജീവിതത്തിൽ. ആ റുട്ടീനിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. എന്നും അവരുപയോഗിക്കുന്ന പെൻസിലോ അല്ലെങ്കിൽ എന്നും ഉപയോഗിക്കുന്ന ടവലോ അല്ലെങ്കിൽ എന്നും ഇരിക്കുന്ന കസേരയോ ഇത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം വന്നാൽ പോലും അവർക്ക് ഒട്ടുമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് വളരെ വയലൻ്റായിട്ട് അവർ പെരുമാറും. ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യമേ കുട്ടിക്ക് ഒരു അറ്റൻഷൻ കിട്ടുക, ഒരു തനിയെ ഇരുന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളെ നോക്കാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇത്തരം കുട്ടികളിൽ നമ്മൾ പറഞ്ഞാൽ വന്നിരിക്കുന്ന ഒരു ടൈപ്പ് ബിഹേവിയർ ആയിരിക്കത്തില്ല. അപ്പോൾ അവരാദ്യമേ ഒരു കസേരയിലോ സ്റ്റൂളിലോ ഇരുത്തുക. അതിനുശേഷം നമ്മൾ അവരെ പേര് വിളിക്കുമ്പോൾ ആ പേര് വിളി കേട്ട് നമ്മുടെ മുഖത്തോട്ട് നോക്കുക, നമ്മുടെ കണ്ണിൽ നോക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിലോട്ട് നോക്കി ഇരിക്കാനുള്ള, ശ്രദ്ധിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷമാണ് കുറച്ച് ആക്ടിവിറ്റീസ് ലൈക്ക് മുത്തുകൾ കോർക്കാൻ കൊടുക്കുക, മുത്തുകൾ പറക്കി കുപ്പിയിലിടുക, ഇത്തരം കാര്യങ്ങളും ട്രെയിൻ ചെയ്യിപ്പിക്കാം. നമ്മൾ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പുറത്തോട്ട് കൊണ്ടുപോകുന്ന ആക്ടിവിറ്റീസൊക്കെ വളരെ കുറവാണ്. ഈ സ്ഥാപനത്തിൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ കണ്ട കുട്ടികൾ ഒരുപാട് ഡെവലപ്ഡ് ആണ്. ഇപ്പോൾ ആദ്യം വന്ന സ്റ്റേജ് വളരെ മോശമായിരുന്നു. ഇപ്പം അവർ ഒരുമിച്ചിരിക്കുകയും പറയുന്നത് കേൾക്കുകയും ഇവിടെ വരാൻ വിളിച്ചാൽ അവർ വരികയും പേര് വിളിച്ചാൽ അവർ റെക്കഗ്നൈസ് ചെയ്യുകയും തനിയെ ഇരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യുന്ന ഒരു ലെവൽ വരെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. അത് ഇവിടുത്തെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ട്രെയിനിങ് കൊണ്ട് ഉണ്ടായ ഒരു ബെനിഫിറ്റാണ്. സ്പീച്ച് തെറപ്പി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടിക്ക് വേണ്ട ട്രെയിനിങ് ബിൽഡ് ചെയ്ത് അവരുടെ മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നോർമൽ ആ ഏജിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള കുട്ടികളുമായിട്ട് എത്തിക്കുക എന്നതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഇതിനു വേണ്ടി സ്പീച്ച് തെറപ്പിയിൽ
ഒത്തിരി സ്റ്റെപ്സ് നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നു. ആ കാര്യങ്ങൾ എങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നു, എന്തൊക്കെയാണ് പ്രൊസീജിയർ, എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യുന്നത് എന്നുള്ള ഓരോ കാര്യങ്ങളും ഓരോ കുട്ടീനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളിപ്പോൾ ഓട്ടിസം ബാധിച്ച കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ ഓരോ ലെവൽ ഓരോ കുട്ടിയിലും ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഓട്ടിസം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില കുട്ടികൾ മ്യൂട്ടായിരിക്കും, എന്ന് വെച്ചാൽ അവർക്ക് സംസാരം ഒട്ടുമില്ലാത്ത കുട്ടികൾ, വെറുതെ ഓ അങ്ങനെയുള്ള ശബ്ദങ്ങൾ വെച്ച് മാത്രം അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികൾ മാത്രം കാണും. ചില കുട്ടികൾ കാണും സംസാരിക്കും, 1-2 വാക്കുകൾ അവരുടെ ദൈനംദിനം വേണ്ട ആവശ്യങ്ങൾക്കൊക്കെ അവർ 1-2 വാക്കുകൾ വീതം സംസാരിക്കുന്ന കുട്ടികളുണ്ട്. അതേപോലെ ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ അവരത് ആ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിനോട് ഉള്ള റെസ്പോൺസ് വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ മാത്സ് അങ്ങനെ അവിടെ അക്കാഡമിക് സ്കിൽസ് അവിടെ പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അവർ വളരെ ബ്രില്യൻ്റ് ആയി. നമ്മൾ അതിനെ ഹൈ ഫങ്ഷനിങ് ഓട്ടിസം എന്ന് പറയും. അങ്ങനെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ പല രീതിയിലാണ്. അപ്പോൾ നമ്മൾ സ്പീച്ച് തെറപ്പി അല്ലെങ്കിൽ സ്പീച്ച് ട്രെയിനിങ് കൊടുക്കുമ്പോഴത്തേക്കും ഓരോ കുട്ടീനെയും നമ്മൾ ശ്രദ്ധിച്ച് ഓരോ കുട്ടിയുടെയും ലെവൽ എന്താണെന്ന് നമ്മൾ നോക്കി വേണം കൊടുക്കാൻ. സ്വന്തമായി ഭക്ഷണം കഴിക്കാനുള്ള കഴിവ് പല കുട്ടികൾക്കുമില്ല. നിരന്തര പരിശീലനത്തിലൂടെ മാത്രമേ അത്തരം കഴിവുകൾ ഇവരിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയൂ. ഇത് യാന്ത്രികമായ ക്രമപ്പെടൽ ഇവരിൽ സൃഷ്ടിക്കുന്നതായി കാണാം. ചുറ്റുപാടുമുള്ള ഓട്ടിസം ബാധിതരായ മറ്റു കുട്ടികളെ കൂടി മദർ ടച്ചിലെത്തിച്ച് വേണ്ട പരിചരണവും പരിശീലനവും നൽകണമെങ്കിൽ ആദ്യം വേണ്ടത് സ്വന്തമായ ഒരു വാഹനമാണ്. ഈ നിഷ്കളങ്ക ബാല്യങ്ങൾക്ക് സ്വന്തമായി ഒരു സ്കൂളും അവർക്ക് വേണ്ടുന്ന മറ്റു പഠനോപകരണങ്ങളും യാഥാർത്ഥ്യമാക്കുവാൻ മനസാക്ഷിയുള്ള, വേദനിക്കുന്നവരോടൊപ്പം നിൽക്കാൻ സന്മനസ്സുള്ളവരുടെ സഹായ സഹകരണവും സ്നേഹാദരവുകളും ഈ സ്ഥാപനം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിനെയെല്ലാം ഓവർകം ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഡീസെൻസിറ്റൈസ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് ഒത്തിരി ഫെസിലിറ്റീസ് വേണം. അതായത് ഒരു വിഷ്വൽ റൂം വേണം. പിന്നെ ഇവർ നന്നായിട്ട് മ്യൂസിക് ആസ്വദിക്കുന്നവരാണ്. ഒരു 85% ഞാൻ കണ്ടിരിക്കുന്ന കുട്ടികളും. അപ്പോൾ ഒരു മ്യൂസിക്കൽ തെറാപ്പിയിലൂടെ അവർക്ക് കുറേ കൺസോളൻസ് കൊടുക്കാൻ പറ്റും. അരോമോ തെറാപ്പി ഉണ്ട്. അത് ഈ ഡീസെൻസിറ്റൈസേഷൻ്റെ ഭാഗമായിട്ടാണ് അരോമോ തെറാപ്പി കൊടുക്കാം. പിന്നെ അവർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റിക്ക് വേണ്ടി ട്രംബോണിലൊക്കെ കയറ്റി ചാടിക്കുക, പിന്നെ എക്സസൈസ് ബോളിലൊക്കെ കയറ്റി ചാടിക്കുക. അങ്ങനെ അവരെ സപ്രസ് ചെയ്യാനും അവരുടെ അവസ്ഥയെ ഡിസ്ട്രാക്റ്റഡ് അവസ്ഥയിൽ നിന്നും നേരെ കൊണ്ടുവരാനും ഒത്തിരി സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഒരു റൂമെന്ന് പറയുന്നത് സൗണ്ട് വിമുക്തമായിരിക്കണം. അവരുടെ ശ്രദ്ധയെ നമുക്ക് കൂടുതൽ ആകർഷിക്കത്തക്ക രീതിയിൽ നല്ല സുന്ദരമായിട്ടുള്ള ക്ലാസ് റൂം ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുത്താൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇപ്പോൾ കഴിയുന്നില്ല ഞങ്ങളുടെ മദർ ടച്ച് സ്കൂളിൽ. അതെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ പരാധീനത അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ്. My name is Sam. I am a yoga teacher in Thailand, and I have been in beautiful place Vakala for 3 months. ได้มีโอกาสอยู่เขาประมาณ 2-3 วันนะคะประมาณ 6-7 ชั่วโมงแล้วก็ได้เห็นอะไรซึ่งตัวเองไม่เคยพบไม่เคยเห็นมานานมากนะคะในขณะเดียวกันได้spend เวลากับเขาเกือบทั้งวันได้ศึกษาได้เรียนรู้หลายๆอย่างซึ่งซัมเองคิดว่าตัวเองโชคดีมากที่เกิดมาทุกอย่างครบถ้วนแบบนี้นะคะแล้วแซมเองอยู่ที่นี่มา3 เดือนได้เห็นเด็กๆที่นี่ซึ่งได้พูดคุยกับคุณชิบ้าเขามีลูกชายคนหนึ่งซึ่งเป็นออทิซึมแล้วเขาให้ชีวิตเขาทั้งชีวิตกับลูกชายเขา
คุณชิบ้าได้เสียสามีไปเมื่อ2 ปีที่แล้วนะคะและขณะเดียวกันที่แซมได้อยู่ร่วมกับเขาว่า2-3 วันที่ผ่านมาเนี่ยเขาทุ่มเททั้งชีวิตเขาเพื่อลูกชายคนหนึ่งซึ่งเขาไม่สามารถที่จะเลือกได้แต่เขาทุ่มเทชีวิตเขาให้กับลูกของเขาและเด็กๆซึ่งอยู่ในละแวกนี้ที่ไม่มีโอกาสที่จะได้เรียนรู้แล้วสถาบันนี้เขาต้องการสวนสาธารณะเขาต้องการของเล่นเขาต้องการสิ่งแวดล้อมที่ดีกว่านี้เพื่อพัฒนาตัวเขาต้องการยาเขาต้องการอุปกรณ์การศึกษาที่พัฒนาสมองเขานะคะซึ่งสมอยู่กับเขา 6-7 ชั่วโมงเนี่ยഅപ്പോൾ ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൽ എന്തായാലും ഇവരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സഹകരണം മുന്നോട്ട് പോകും. അതുമാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു സ്കൂളുകൾക്ക് ഈ ചെമ്പരത്തി പഞ്ചായത്തിനകത്ത് ഇത്തരത്തിലുള്ള സ്കൂളുകൾ തുടങ്ങുവാനും അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഈ സ്കൂളിൽ ഒരു വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി നമ്മുടെ സപ്പോർട്ട് മെമ്പറിൻ്റെ ഭാഗത്ത് എല്ലാവിധ സപ്പോർട്ടുകളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിർഭാഗ്യവശാൽ മദർ ടച്ച് എന്ന ഈ സ്ഥാപനത്തിന് ഗവൺമെൻറ്റിൽ നിന്നോ മറ്റ് സംഘടനകളിൽ നിന്നോ ഒരു വിധത്തിലുള്ള സഹായവും ഇതുവരെ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള സഹായ സഹകരണങ്ങൾ സന്മനസ്സുള്ളവരിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്.